ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തമിഴ്നാട്ടിലെ പ്രശസ്തമായതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ 3-4 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. മധുരയിലും പഴനിയിലും ഇടയ്ക്കൊക്കെ പോകാറുള്ളതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ ഒഴിവാക്കി കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന തഞ്ചാവൂർ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ 10 ക്ഷേത്രങ്ങളായിരുന്നു ഈ യാത്രയിൽ ഞങ്ങളുടെ ലക്ഷ്യം. ഒരു വെള്ളിയാഴ്ച രാത്രി 2 മണിയായപ്പോഴാണ് പൊൻകുന്നത്തു നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചത്. തൃച്ചി എന്ന തിരുച്ചിറപ്പള്ളിയിലെ റോക്ക്ഫോർട്ട് ടെമ്പിൾ ആണ് യാത്രയിൽ ആദ്യ ലക്ഷ്യം. രാത്രി യാത്രയായതുകൊണ്ട് തന്നെ ഇടയ്ക്കിറങ്ങി ചായയൊക്കെ കുടിച്ച് പതിയെയാണ് പോയത്. നേരം വെളുത്തപ്പോൾ തൃച്ചി എത്തി. തൃച്ചി മാർക്കറ്റ് ഉണർന്നു വരുന്നു. തൃച്ചിയിലെ വളരെ ഇടുങ്ങിയതും തിരക്കുള്ളതുമായ റോഡിലൂടെ നേരെ റോക്ക്ഫോർട്ട് ടെമ്പിളിലേക്ക്. തൃച്ചിയിലെ പ്രധാന ആകർഷണമാണ് നഗരമധ്യത്തിലെ ഈ ക്ഷേത്രം. പോകുന്ന വഴി പലയിടങ്ങളിലും പാറയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കാണാനാകുന്നുണ്ട്. അവിടെ വരെ നടന്നെത്തിച്ചേരേണ്ടതുണ്ട്. തിരക്കില്ലാത്തതിനാൽ വണ്ടി വഴിയരികിൽ പാർക്ക് ചെയ്തു. അരുൾമിகு തായുമാനസ്വാമി ടെമ്പിൾ എന്നും ഉച്ചിപ്പിള്ളയാർ കോവിൽ എന്നുമൊക്കെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി പാറയുടെ മുകളിലായുള്ള കോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണപതിയാണ്. മുകളിലേക്കുള്ള നടപ്പാതയുടെ തുടക്കത്തിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായവയുടെ ചെറിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ചെരുപ്പ് സൂക്ഷിക്കുവാനുള്ള സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ ചെരുപ്പ് വെച്ച ശേഷം ഗുഹാസമാനമായ പടവുകൾ കെട്ടിയ പാതയിലൂടെ മുകളിലേക്ക് കയറാം. പൂർണ്ണമായും ശിലയിൽ നിർമ്മിച്ച അതിമനോഹരമായ നടപ്പാതയും ചുറ്റും കൊത്തുപണികളാൽ നിറഞ്ഞ തൂണുകളും ഇരുവശത്തും ചെറിയ ചെറിയ ആരാധനാമൂർത്തികളും, അങ്ങനെ റോക്ക്ഫോർട്ടിനുള്ളിലെ ഓരോ കാഴ്ചയും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. പാറയ്ക്കുള്ളിലൂടെയുള്ള ഈ വഴി വ്യത്യസ്തമാർന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. പടവുകൾ കുറേ കയറി മുകളിലെത്തുമ്പോൾ രണ്ടായി പിരിയുന്നുണ്ട്. ഒന്ന് സ്വാമിയമ്മൻ കോവിൽ എന്ന തായുമാനസ്വാമി ടെമ്പിളിലേക്കും മറ്റൊന്ന് ഉച്ചിപ്പിള്ളയാർ കോവിലിലേക്കും. പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ 6-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ് ശിവപാർവതി പ്രതിഷ്ഠയുള്ള തായുമാനസ്വാമി ടെമ്പിൾ. ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. സ്വാമിയമ്മൻ കോവിലിൽ തൊഴുത ശേഷം ഉച്ചിപ്പിള്ളയാറിലേക്ക് നടന്നു. ഈ വഴി ഗുഹാസമാനമല്ല. നല്ല കാറ്റ് വീശുന്നുണ്ട്. വലിയ ക്ഷീണമില്ലാതെ പടവുകൾ കയറാം. ഭീമാകാരമായ ഒരു പാറയിൽ വെട്ടിയൊരുക്കിയിരിക്കുന്ന പടവുകളാണ് പിന്നീട് അങ്ങോട്ട്. ഈ ഒരു ഭാഗം എത്തുമ്പോൾ താഴെ തൃച്ചി നഗരം മുഴുവനായും കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായ കാഴ്ചയാണത്. അങ്ങ് ദൂരെ ശ്രീരംഗം ക്ഷേത്രത്തിന്റെ ഗോപുരം ദൃശ്യമാകുന്നുണ്ട്. അങ്ങോട്ടാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. കൽപ്പടവുകൾക്ക് ഇരുവശങ്ങളിലുമുള്ള കൈപ്പിടിയിൽ പിടിച്ച് മുകളിലേക്ക് നടന്നെത്തുന്നത് ഗണപതി കോവിലിലാണ്. അവിടെയും വീഡിയോ എടുക്കാൻ അനുവാദമില്ല. രാവണനെ വധിച്ച ശ്രീരാമൻ വിഭീഷണനെ ലങ്കയുടെ രാജാവായി വാഴിച്ച ശേഷം നിത്യപൂജയ്ക്കായി ഒരു രംഗനാഥ വിഗ്രഹം സമ്മാനിച്ചു. അതിൽ അസൂയ പൂണ്ട ദേവഗണങ്ങൾ വിഗ്രഹം അപഹരിക്കാനായി ഗണപതിയെ നിയോഗിച്ചു. ഒരിക്കൽ കാവേരി തീരത്തെത്തിയ വിഭീഷണൻ വിഗ്രഹം തീരത്ത് വെച്ച ശേഷം കുളിക്കാനായി നദിയിലിറങ്ങി. ഈ നേരം ഒരു കാലിച്ചെറുക്കന്റെ വേഷത്തിലെത്തിയ ഗണപതി വിഗ്രഹം മോഷ്ടിച്ച് കാവേരി തീരത്തെ മണലിൽ താഴ്ത്തിയ ശേഷം ഈ പാറയുടെ മുകളിലേക്ക് ഓടിക്കയറി. കുളി കഴിഞ്ഞെത്തിയ വിഭീഷണൻ പാറയുടെ മുകളിലേക്ക് ഓടിക്കയറുന്ന ഗണപതിയെയാണ് കണ്ടത്. തുടർന്ന് വിഗ്രഹം കാവേരി തീരത്ത് സുരക്ഷിതമാണെന്നും വിഷമിക്കേണ്ടതില്ലെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച വിനായകനാണ് പാറയുടെ മുകളിൽ പ്രതിഷ്ഠയിരിക്കുന്ന ഉച്ചിപ്പിള്ളയാർ. ക്ഷേത്ര ദർശനത്തിന് ശേഷം പടവുകളത്രയും തിരിച്ചിറങ്ങി. ഇനി നേരെ ശ്രീരംഗത്തേക്ക്. വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? യാത്രയുടെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.